ഹലോ, എസ്റ്റർ ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം നമ്മൾ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വർക്ക് കാണിക്കാനായിട്ടാണ്. അപ്പം നമ്മൾ ഇന്ന് കാണിക്കുന്ന ഒരു കവണിയുടെ വർക്കാണ്. നമ്മൾ നേരത്തെ നമ്മുടെ ചാനലിൽ ഒരുപാട് കവണീസ് ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിട്ടുള്ള കവണികളുടെ വർക്കുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒത്തിരി ഫ്രീക്വൻ്റ്ലി ഒന്നും വരുന്ന ഓർഡറില്ല. സാരി പോലെ നമുക്ക് എപ്പോഴും എല്ലാവരും ഡെയിലി യൂസിനൊന്നും ഇപ്പം ആരും കവണി ഉപയോഗിക്കുന്നവർ കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ഓർഡേഴ്സ് ഒന്നും കവണിയിൽ വരാറില്ല. എന്നാൽ പോലും നമുക്ക് ഇങ്ങനെ ഈ ഒരു ക്രിസ്മസ് സീസൺ ആണെങ്കിലും ഈസ്റ്റർ സീസൺ ആണെങ്കിലും ഒക്കെ വരുന്ന സമയത്ത് പള്ളികളിൽ ഓരോ ഫംഗ്ഷന് വേണ്ടിയൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ വീണ്ടും ചട്ടയും മുണ്ടിലേക്കൊക്കെ തിരിച്ചു പോകുന്നുണ്ട്, ഫംഗ്ഷൻ വെയർ ആയിട്ടാണെങ്കിൽ പോലും. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കവണികളുടെയൊക്കെ ഓർഡേഴ്സ് വരുന്നുണ്ട്. അപ്പം അതുപോലെ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന ഒരു ഓർഡറാണ്. മിഷൻ എംബ്രോയിഡറി വർക്കിലാണ് നമ്മൾ ഇപ്രാവശ്യം ഈ ഒരു കവണി ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്കത് കാണാം. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്ന കവണി. ഇതിനകത്ത് നമ്മൾ ഒരു ലാവൻഡറും ഗ്രീനോടുള്ള കോമ്പിനേഷനിൽ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ഡിസൈൻ ഓൾറെഡി നമ്മുടെ സാരീസിലൊക്കെ നേരത്തെ ചെയ്തിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പം നമ്മുടെ കസ്റ്റമർ നമ്മുടെ അടുത്ത് ചൂസ് ചെയ്താണ് ഈ ഒരു ഡിസൈൻ. അത് പ്രകാരം നമ്മൾ കളർ കോമ്പിനേഷൻ ആണെങ്കിലും ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തൊരു ഹാൻഡ് എംബ്രോയിഡറി കവണിയുടെ ഒരു കളർ കോമ്പിനേഷൻ ആയിരുന്നു ഇത്. അപ്പോൾ ആ അതേ കളർ കോമ്പിനേഷനിൽ അവർക്ക് വേണമെന്ന് പറഞ്ഞ കാരണം നമ്മൾ അത് ആ ഒരു കളർ കോമ്പിനേഷനിൽ ഹാൻഡ് എംബ്രോയിഡറിക്ക് പകരം മിഷൻ എംബ്രോയിഡറിയിൽ വർക്ക് ചെയ്തെടുത്തിരിക്കുന്നതാണ്. നല്ല ഭംഗിയുള്ള വൈറ്റിൽ ആ ഒരു ലാവൻഡർ ഷെയ്ഡ് വരുമ്പോഴത്തേന് നല്ല ഭംഗിയായിട്ട് നല്ലതായിട്ട് കാണാനും പറ്റും. എന്നാൽ ഭയങ്കര റിച്ച് നിൽക്കുന്ന പോലെ അല്ലാത്ത ഒരു നല്ലൊരു കളർ കോമ്പിനേഷനിൽ നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. കവണിക്കൊക്കെ പറ്റിയൊരു നല്ല കളർ കോമ്പിനേഷനാണ്. ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ടെറിക്കോട്ട മെറ്റീരിയലാണ്. നമുക്ക് പല മെറ്റീരിയലും കവണി ചെയ്യാറുണ്ട്. കൂടുതലും നമുക്ക് ഓർഡേഴ്സ് വരുന്ന എപ്പോഴും ഓർഗൻഡി മെറ്റീരിയൽ ചെയ്യാനാണ്. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതും ഓർഗൻഡി മെറ്റീരിയലാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ കസ്റ്റമർ നമ്മുടെ അടുത്ത് ടെറി കോട്ടൺ പറഞ്ഞ പ്രകാരം നമ്മൾ പോളിസ്റ്റർ ആണ് ചൂസ് ചെയ്തത്. പക്ഷേ പോളിസ്റ്ററിന് ഈ പറഞ്ഞ പോലെ വീതി കുറവായതുകൊണ്ട് നമ്മൾ അതിനോട് സിമിലർ ആയിട്ടുള്ള ടെറി കോട്ടൺ മെറ്റീരിയലാണ് ഈ ഒരു സാരി കവണി ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ എൻഡ് നമ്മൾ രണ്ട് വശവും ഫുള്ള് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നോർമലി ലോക്ക് ചെയ്യുന്ന പോലത്തെ ചെറിയ സ്കാലപ്പ് വർക്കാണ് ഇതിൻ്റെ എൻഡിൽ രണ്ട് എൻഡിലും കൊടുത്തിരിക്കുന്നത്. ബോർഡർ നമ്മളൊന്നും ചെയ്തിട്ടില്ല, പ്ലെയിൻ ആയിട്ടുള്ള ബോർഡർ ആയിട്ട് തന്നെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ സ്കാലപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്കതനുസരിച്ച് ഇതല്ലാതെ മറ്റേ നമ്മുടെ മിഷൻ സ്കാലപ്പ് ആണെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഇത് നമ്മൾ കവണി ആയതുകൊണ്ട് തന്നെ സാരി പോലെയല്ല, നമുക്ക് രണ്ട് വശം കൊടുക്കേണ്ട, അതായത് നമ്മൾ രണ്ട് വശവും തുമ്പായിട്ടൊക്കെ കവണികൾ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കവണികളുടെ നാല് ബോർഡറിലും നമ്മൾ വർക്ക് കൊടുക്കാറുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു കവണിയുടെ 4 ബോർഡറിലും ഈ ഒരു 10 ഇഞ്ച് ഗ്യാപ്പ് ഇടവിട്ട് നിറച്ചും ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മൊത്തം ഈ ഒരു കവണിയിൽ ഓൾമോസ്റ്റ് 30-35 ഫ്ലവേഴ്സ് ഉണ്ടാവും. അപ്പം ഇതാണെങ്കിൽ നമ്മൾ കസ്റ്റമൈസ്ഡ് ചെയ്തെടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ 2.25 മീറ്ററിലാണ് ഈ ഒരു കവണി ചെയ്തെടുത്തിരിക്കുന്നത്. നോർമലി നമുക്ക് കവണികളൊക്കെ വരുമ്പം 2.5 മീറ്ററും 2.25 മീറ്റർ, ചെറിയ ആൾക്കാർക്കൊക്കെയാണ് 2.25 മീറ്ററും 2.5 മീറ്റർ നോർമൽ ഒരു സൈസ് വരുന്നത്. പിന്നെ ഇച്ചിരി വലിപ്പമുള്ളവർക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യാന്നുള്ള രീതിയിൽ 2.25 മീറ്റർ എടുത്താണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത്. അത്രയും മീറ്റർ കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ എണ്ണവും ഇതിനകത്ത് അതുപോലെ കൂടുതലുണ്ട്. ഞാൻ പറഞ്ഞതുകൊണ്ട് ഫുൾ ആ ഒരു വർക്ക് നല്ല ഭംഗിയായിട്ട് ഈ ഒരു കവണിയിൽ വന്നിട്ടുണ്ട്. ഇത്രയും അടുപ്പിച്ചടുപ്പിച്ച് നല്ല വർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഉടുത്ത് കഴിയുമ്പോൾ നല്ലതായിട്ട് ആ ഫ്ലവേഴ്സിന് ഹൈലൈറ്റ് വരും. നല്ല ഭംഗിയായിരിക്കും ഉടുത്ത് കാണാനായിട്ട്. ഈ പറഞ്ഞ പോലെ ചർച്ച് ഫംഗ്ഷൻസിനൊക്കെ നമുക്ക് വീണ്ടും നമ്മുടെ ട്രഡീഷണൽ ഔട്ട്ഫിറ്റ്സ് കൊണ്ടുവരാനായിട്ടുള്ളൊരു ഓപ്ഷനുമാണ്. ഇതുപോലത്തെ നമുക്ക് ഒരു ചട്ടയും മുണ്ടൊക്കെ വാങ്ങിച്ച് വെച്ചാൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ബാപ്റ്റിസം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ക്രിസ്മസിനോ അല്ലെങ്കിൽ എന്തിനേലുമൊക്കെ നമുക്ക് ഇതുപോലെ വീണ്ടും നമ്മുടെ ട്രഡീഷണൽ ഔട്ട്ഫിറ്റ് ഇല്ലാതായി പോവാതെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന ഒരു വർക്കാണ്. അപ്പോൾ ഈ ഒരു കാണിച്ചിരിക്കുന്ന ഒരു വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ റെഗുലർ ആയിട്ട് വരുന്ന ഒരു ഓർഡർ അല്ല. നമുക്ക് വല്ലപ്പോഴും ഒക്കെ നമ്മൾ ഇത് മുമ്പും കവണി വർക്കുകൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ പറഞ്ഞ പോലെ നമുക്ക് വല്ലപ്പോഴും ഒക്കെ കിട്ടുന്ന വർക്കുകളാണ്. ഈ വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ വർക്കുകളൊക്കെ ചെയ്യിപ്പിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്.